എന്ത് മനോഹരമാണ് എൻ്റെ നാട്. പക്ഷെ ഈ നാട്ടിൽ നാറികൾ ഇവിടെ നിൽക്കാൻ സമ്മതിക്കണില്ലല്ലോ. നാട് ഇവിടെ എല്ലാം നിവർത്തില്ല. ഇനി തിരിച്ചു വരവ്. എവിടേക്കാടാ ബാഗൊക്കെ തൂക്കിയിട്ട്? കടവും കടക്കണികളും പിന്നെ കുറേ ഇരുട്ടടികളും. ഇനി ഞാൻ ഈ നാട്ടിൽ നിന്നാലേ എന്റെ കുയിലേക്ക് മണ്ണിടേണ്ടി വരും. തൽക്കാലം ഞാൻ നാട് വിടാനുള്ള പരിപാടിയാണ്. എടാ, ഈ ഒളിച്ചോട്ടൊന്നും ഒന്നിനൊരു പരിഹാരമല്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ പൊരുതി നിൽക്കണം. ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മോട്ടിവേഷൻ വീഡിയോ ഉണ്ട്. അതിനുശേഷം പൊരുതി നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ പരമാവധി ശ്രമിച്ചു. ഇനി ഈ നാട്ടിൽ നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. ആ 4ാം ക്ലാസ് പഠിക്കുന്ന സെഫിക്ക് വരെ എന്നെ കല്ലെടുത്തിരുന്നു. ഈ ചെറിയ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് മിഠായി വാങ്ങാൻ കൊടുത്ത പൈസ തട്ടിപ്പറിച്ച് വാങ്ങി വീടിയും വലിച്ച് നടന്നിട്ടല്ലേ ഉളുപ്പുണ്ട് എനക്കൊക്കെ. അതിനൊക്കെ നീ എന്നെ കണ്ടുപിടിക്കും. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം ഇത്രയും വലിയ തെറ്റൊക്കെ ചെയ്യേണ്ടി വന്നു. ഏതായാലും ഞാൻ നാട് വിട്ടു പോകണം. കാണാം നമുക്ക്. എടാ, ഈ നാടും നാട്ടുകാരൊക്കെ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അതിലൊന്നും നമ്മൾ തളരുത്. അവരൊക്കെ പലതും പറയും. നമ്മൾ നമ്മുടെ ലക്ഷ്യം അത് മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാം. അപ്പം ഞാൻ പോട്ടെ. ഞാനേ കുറച്ച് പരിപാടി ഇത് കൊടുക്കടാ. ഞാൻ നാട് വിട്ടു പോകും. പക്ഷെ നീ ഈ നാട്ടിൽ തന്നെ പൊരുതി നിൽക്കണം. മനസ്സിലായ? ഇവിടെ നിന്ന കല്യാണം പോലും ശരിയാവില്ല. നാട്ടുകാർ തെണ്ടികൾ മുടക്കുക. അല്ലാത്ത നായാണല്ലോ ജി. എടാ നിക്കടാ, ഞാനുണ്ടടാ. ഈ നാടും നാട്ടുകാർ ശരിയല്ല. നമുക്ക് എവിടെങ്കിലും പോയിട്ട് സമാധാനത്തോടെ ജീവിക്കാം.